മോഷണം നടത്തുന്നതിനിടയിൽ ആകസ്മികമായി ആക്രമണം ഉണ്ടാക്കാൻ ഇടയുണ്ട്. കയ്യിൽ അപ്പ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുക. ഏത് തരം ആക്രമണം ഉണ്ടായാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം തടി രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അടിച്ചോളൂ, ഞാൻ ഒഴിഞ്ഞു മാറി കാണിച്ചു തരാം. വേഗമാകട്ടെ, പരാക്രമത്തോടുകൂടി ആക്രമിക്കണം. റെഡി, അടിക്കട്ടെ. ഓക്കെ, കണ്ട ഒഴിഞ്ഞു മാറിയത്. ഇനി രണ്ടുപേരും ചേർന്ന് ആക്രമിച്ചു. കാരണം നമ്മുടെ ജോലി നടക്കുന്ന സമയത്ത് എത്ര പേരാണ് നമ്മളെ പിന്തുടരുന്നതെന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ലല്ലോ. ഒരു പിന്തുടർച്ചയുമാകാം. ഓക്കെ, പിന്തുടരൂ, പിന്തുടരൂ, നല്ല സ്പീഡ്, വാശിയോടെ. വരൂ. എവിടെ നോക്കിയാണ് അടിച്ചത്? അല്ല, ആശ ഒഴിഞ്ഞു മാറുമെന്ന് പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞടാ? അരുമ ശിഷ്യന്മാരെ, നിങ്ങളെ വിശ്വസിച്ച് ഗുരു താഴോട്ട് വരികയാണ്, കൈവിടരുത്. തോമ, ടയർ തങ്കപ്പ, അരിയും പഞ്ചസാര അടിച്ചു മാറ്റാൻ. ഗുരു, പരമദ്രോഹികൾ മേശ ടയർ ഊരിക്കൊണ്ടുപോയി. എന്തുവാടാ? സ്റ്റേഷനറി. അയ്യോ, പറയില്ല. പഞ്ചസാര ഇവിടെ ഉണ്ട്, ഇഞ്ഞു വാ. തങ്കപ്പ, ചാക്ക് ഇങ്ങോട്ട് വാ. സ്റ്റോക്ക് തീർന്നു. ഇതും കഴിച്ച് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. സൂര്യൻ ഉദിക്കാറായി. ഉദിക്കട്ടെ. ഇന്നിവിടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാകും ഞങ്ങള്. ഇന്ന് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച ദിവസമാ. കൊച്ചേട്ടൻ കിടന്നോ? ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് കഴിച്ച് കാശ് ഇവിടെ വെച്ചിട്ട് ബാതിലിയാരിപ്പൊക്കൊള്ളാം. ഫസ്റ്റ് പുള്ളികള് വിശ്വസിച്ചേൽപ്പിക്കാം. എന്റെ കരളെ, എന്നെ വിളിച്ചോ? നിങ്ങളെയല്ല, ഇവൻ എന്നോട് വലിയ സ്നേഹമാ. കരളേന്ന് വിളിച്ചത് എന്നെയാ. ഓ, എന്താടാ തോമ? നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. നീ ചിന്തിക്കുകയേ വേണ്ട. ജീവിത അവസാനം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ലടാ. നിന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാനുള്ള കെൽപ്പ് എനിക്ക് എന്നുണ്ടാകുന്നോ ആ നിമിഷം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. എന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ഈ ജന്മം പോരടാ തുരപ്പാ. അരച്ച കരിയും 5 കിലോ പാമായിലും 3 കിലോ ഗോതമ്പും മോഷ്ടിച്ച് അത് 3ആയി വീതിച്ച് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ എന്നാരാധികെ നിന്നെ കെട്ടുന്നത്? എടാ തോമ, അപ്പൊ നീ എന്നോടല്ലേ ഇതുവരെ സംസാരിച്ചത്? ഓടാ പുല്ലേ, ഞാൻ എന്റെ രാധികയോട് സംസാരിക്കായിരുന്നു. എന്റെ പൊന്നു ദോസ്തുക്കളെ, ആ കാശും തന്നിട്ട് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. 110 രൂപ 50 പൈസ. കൊട്, 110 രൂപ 50 പൈസ. നീ കൊടു 110 രൂപ 50 പൈസ. അല്ല, ആശാൻ കൊടുക്കട്ടെ. ആശാനെ, തരം കേട്ട്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. ഫുൾ ഫിറ്റ്. അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. അപ്പൊ എന്റെ കാശ്? കാശല്ലേ ഈ ഇരിക്കുന്നത്. സർക്കാർ 5000 രൂപ വില പറഞ്ഞ ഉരുപ്പടിയായത്. കാലത്ത് പിടിച്ചു കൊടുത്ത അപ്പൊ കിട്ടും രൂപ 5000. 110 രൂപ 50 പൈസ അഴിച്ചു. ബാക്കി 4889 രൂപ 50 പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം. തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന് പുഴയിൽ പൊങ്ങിക്കിടക്കും. അതിനിടയാക്കരുതേ കൊച്ചേട്ടാ. ഗുഡ് നൈറ്റ്. എന്റെ കർത്താവേ. മനുഷ്യനെ ചുറ്റിക്കാനുണ്ടോ? വേണ്ട, ഞാൻ നിങ്ങൾ എവിടെല്ലാം അന്വേഷിച്ചു. ഇതെന്താ പൊലവിളിയാണോ? എന്താ പ്രശ്നം? ഒരു കത്ത് വന്നിട്ടുണ്ട്. ആരുടെ? അത്തപ്പാടി അന്ത്രുന്റെ. അത്തപ്പാടിയാ? ആരവൻ? അവനോ? ബഹുമാനത്തോടെ സംസാരിക്കടാ. മഹാനല്ലേ മഹാൻ. കൊച്ചി പട്ടണത്തെ കിടകിട പറപ്പിച്ച മോഷ്ടാവാണ്. ഒരു കണക്കിന് ഈ തൊഴിലിൽ എന്റെ ഗുരുവാണ് അദ്ദേഹം. ആ നിലക്ക് ഞങ്ങളുടെ ഗുരുവിന്റെ ഗുരു. ഗുരു. ഞാൻ പണ്ട് പെരുമ്പള്ളിയിലെ പെരുന്നാളിന് കുരിശു മോഷ്ടിച്ച് സെൻട്രൽ ജയിലിൽ കിടന്നില്ലേ, അന്ന് ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്റെ കൂടെ. അയ്യോ, തങ്കമായ മനുഷ്യനല്ലേ. അദ്ദേഹം ഇപ്പൊ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്താണെന്ന് കേൾക്കണോ? എടാ പോലെ കൊച്ചുണ്ണി, നീയും ശിഷ്യന്മാരും തകർത്തു വാരുന്നുണ്ടല്ലേ? ഞാൻ അറിഞ്ഞു. എന്റെ പരോള് കഴിയുന്നതിന് മുമ്പ് നീയും പിള്ളേരും കൂടെ കൊച്ചിക്കൊന്ന് വാടാ തെണ്ടി. സ്നേഹം കണ്ടാ? നമുക്കിവിടെ ഒരു കലക്ക് കലക്കാം. ചെലവല്ല എന്റെ വക എന്ന് നിന്റെ ഗുരു അട്ടപ്പാടി അന്ത്രു.
കൊച്ചുണ്ണി, നീ നിന്റെ പിള്ളേരെ ശരിക്ക് തൊഴിൽ പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ നല്ലോണം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ എന്റെ ശിക്ഷ തീരും. വസ്ത. പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മോഷണം നടത്തും. തീർച്ചയായും. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന് അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത്രു, എന്റെ ഗുരു. കടലിൽ കൊള്ളയടിക്കാനുള്ള എന്താ ഉപ്പോ? എടാ കൊച്ചുണ്ണി, ഈ മാതിരി ആൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടിരിക്കുന്നത്. ഒന്ന് മിണ്ടാതെ. എടാ മണ്ടന്മാരെ, പണ്ട് കാലത്ത് നമ്മളെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു. അത് വിമാനത്തിലോ തീവണ്ടി മാർഗം ആയിരുന്നില്ല, കപ്പൽ മാർഗം, കടൽ മാർഗം. അന്ന് കിണ്ടല് കണക്കിന് സ്വർണ്ണം ഇവിടുന്ന് അങ്ങട്ട്, വെള്ളി അവിടുന്ന് ഇങ്ങോട്ട്, പെട്രോൾ ഇവിടുന്ന് അങ്ങട്ട്, എണ്ണ അവിടുന്ന് ഇങ്ങോട്ട്. ഈ സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള കടൽ കൊള്ളക്കാർ 1000കണക്കിന് കപ്പലുകൾ ഇവിടെ മുക്കിയിട്ടുണ്ട്. ഓ, അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത്. ഗുരുവേ, യവന്മാർക്ക് വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം. കുറച്ചു ദിവസം അവിടുന്ന് എന്റെ കൂടെ നിൽക്കണം. ഇപ്പൊ ടൈമില്ല, പരോളിലാണെങ്കിലും ട്രൈ ചെയ്യാം. നമ്മളിങ്ങനെ വെറുതെ ഇരുട്ടത്തിരുന്ന് കായലിലോട്ട് നോക്കിയിട്ട് എന്ത് കാര്യം? അതെ, തുടക്കമൊക്കെ കൊള്ളായിരുന്നു. ബിയർ, കോഴി, നാടൻ. ഗുരുവിന്റെ പോക്കറ്റിന്റെ ആപ്പീസ് പൂട്ടിയെങ്കിൽ ഞാൻ പിള്ളേരെ കൊണ്ട് പൊക്കോട്ടെ. ഓണ പോക്കിൽ വല്ല ചായക്കടയെ മുറുക്കാൻകടയെ കുത്തി തുറന്ന് സ്ഥലം വിട്ടേക്കട്ടെ. കൊച്ചുണ്ണി, എന്റെ വാസ്തവസ്ഥിതി അറിഞ്ഞാൽ കൊച്ചുണ്ണിക്ക് എന്നെ വിട്ടു പോകാൻ ഒക്കൂല. 3 കാര്യത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാളെ സഹായം തേടിയില്ല. അറിയാലോ, പെണ്ണെട്ടാൻ, കുട്ടികളുണ്ടാക്കാൻ, മോഷ്ടിക്കാൻ. ആ ബ്രെയിൻ ഇന്നും ഇരിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ തടി കളിക്ക് പണിയെടുക്കാനുള്ള താക്കത്തില്ല മോനെ. പുരാണം നിർത്തി കാര്യം പറയാന്നേ. പാതിര തങ്കപ്പാ ഉണ്ടായി. ഗുരു പറയട്ടെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ കിടന്ന് ഇളകി മറിയുന്നുണ്ട്. നേരാണ് കൊച്ചുണ്ണി. അനക്കറിയോ, കെട്ടുപ്രായം കഴിഞ്ഞിരിക്കണ എന്റെ മോൾ അലിക്ക തയ്ച്ചു വിറ്റിട്ടാണ് നിങ്ങൾക്കൊക്കെ ആ പാർട്ടി നടത്തിയത്. വേറെ വഴിയില്ലാഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു നിക്കാഹത്ത് വന്നിട്ടുണ്ട്. കൊച്ചുണ്ണിയും ശിഷ്യന്മാരും എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ പരോള് കഴിയുന്നതിന് മുമ്പ് നമ്മളെ തലിതാ ഈ കായലുണ്ടാവും. എന്റെ ഗുരു അങ്ങനെ പറയരുത്. എന്ത് സഹായം വേണമെന്ന് പറ. ഗുരുവിന് ഞങ്ങളുടെ ഉയിര് വേണമെങ്കിൽ തരാം. നിങ്ങൾ കൊള്ളാവുന്ന രീതിയിൽ ഒരു മോഷണം നടത്തി തന്ന എന്റെ മോളെ നിക്കാഹ് നടക്കും. ചെറിയൊരു സ്ത്രീധനം, അത്യാവശ്യം ചില ആഭരണങ്ങൾ. സമാധാനമായിട്ടിരിക്കണം. ഗുരുവിന്റെ ബ്രെയിനും ഞങ്ങളുടെ തടിയും ഒത്തുചേർന്നാൽ പാലാട്ട് കോമന്റെ കോട്ടയ്ക്കകത്ത് കയറിപ്പോലും മോഷ്ടിക്കാം. കോട്ടയിലേക്കൊന്നും പോണ്ട, ഞാൻ ഇവിടെ വലിയൊരു ഹോട്ടൽ കണ്ടു വെച്ചിട്ടുണ്ട്. ചാട്. ഇതുപോലെ മുന്തിയ വലിയ വലിയ ഹോട്ടലിലൊക്കെ ധാരാളം സ്വത്തും പണമുള്ള ആൾക്കാരല്ലേ താമസിക്കുക. അവിടെ ഇങ്ങനത്തെ തോക്കരയുള്ള കാവൽക്കാരുണ്ടാവും. അല്ലാശാനെ, ഇവ മാത്രമേ കാണോ അല്ല ഇതുപോലെ വേറെ ആൾക്കാരുണ്ടാവോ? ഉണ്ടെങ്കിൽ എന്ത്, എത്ര ആളുടെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാനല്ലുള്ളൂ. ധൈര്യമായിട്ട് വരി. ധൈര്യം പുരുഷ ലക്ഷണം. പോ. വലിച്ചിളക്കി ആളുകളെ ഇളക്കണ്ട.
അവരെവിടെ? അവരെവിടെയെങ്കിലും പോട്ടെയോ? അയ്യോ, അവരെങ്ങനെ പോകാൻ പറ്റുമോ? വെട്ടിപ്പൊളി. ഹോട്ടലിൽ കിടന്ന് 3 ബിസിനസ്സുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് IPC 307 നിയമപ്രകാരം പ്രതികളായ കൃഷ്ണൻ നായർ മകൻ തങ്കപ്പനെയും കുര്യച്ചൻ മകൻ തോമസിനെയും 3 വർഷത്തേക്ക് കഠിന തടവിന് ഈ കോടതി ശിക്ഷിച്ചുകൊള്ളുന്നു.